ശ്രീ സജീവൻ, ഇന്നിപ്പോൾ അല്പം മുമ്പ് വന്ന ദില്ലിയിൽ നിന്നുള്ള ഹൈക്കമാൻഡ് വാർത്തകൾ എന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അതുമാത്രം കേന്ദ്രീകരിച്ച് ഇന്ന് വൈകുന്നേരത്തെ രാത്രിയിലെ ഈ ദൃശ്യമാധ്യമ ചർച്ചകൾക്കൊക്കെ കോപ്പുകൂട്ടിയ ഒരു സംഭവമുണ്ട്. ഇന്ന് പകലൊക്കെ ബെന്നി ബെഹനാൻ പ്രസിഡൻ്റ് ആവാൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ സമ്മർദ്ദമേറുന്നു എന്നൊക്കെയുള്ള ഒരുപാട് വാർത്തകളൊക്കെ വന്നിരുന്നു. ഫലത്തിലെല്ലാം കഴിയുമ്പോൾ എതിർപ്പുകൾ, ഭിന്നത പരസ്യമാക്കരുത്, നിങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയരുത്, ഇതിനകത്തൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകൂ എന്ന് പറയാനാണ് ഒരു ഹൈക്കമാൻഡ് ഇത്ര വലിയ യോഗം വിളിച്ചതെന്ന് തോന്നിപ്പോകും. ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ട് വരുന്നു, നേതാക്കളെ എല്ലാം ദില്ലിക്ക് വിളിപ്പിക്കുന്നു. പക്ഷേ അതിനുശേഷം ഈ തീരുമാനങ്ങൾ എന്ന് വരുമ്പോൾ അത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് ഒട്ടും അദ്ദേഹം ആഗ്രഹിച്ചതോ പ്രതീക്ഷിച്ചതോ നീങ്ങിയതിനോ അനുസരിച്ച് ഒന്നും വന്നില്ല എന്ന് തോന്നുന്നുണ്ടോ താങ്കളെ സംബന്ധിച്ച്? തീർച്ചയായിട്ടും ഇതില് പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇങ്ങനെ നമ്മള് പുറത്തേക്ക് പറയരുത്, നമുക്ക് അടച്ചു വെച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ ആളുകൾ അറിയിക്കാതിരിക്കാം എന്നൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനകത്തെ പ്രശ്നം തീരുന്നുണ്ടോ? ഹൈക്കമാൻഡ് ഇപ്പോഴും മനസ്സിലാക്കാത്ത കാര്യം ഇതാണ്. കോൺഗ്രസിനകത്ത് പണ്ട് ഇതാണ്, കുറെ കാലമായിട്ട് ഹൈക്കമാൻഡിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന മുഴുവൻ ഇത്തരത്തിൽ പ്രശ്ന പരിഹാരത്തിലേക്ക് പോവാതെ ഏതെങ്കിലും തരത്തിൽ ഒതുക്കി നിർത്തുക, എന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും അത് വീണ്ടും ഈ ഒരു കടലാസ് വെച്ച് മൂടുന്നത്, ഒരു കാറ്റ് വന്നാൽ പെട്ടെന്ന് പറന്നു പോകുന്ന രീതിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ തൽക്കാലം ഒരു കടലാസ് വെച്ച് മൂടിയിട്ടുള്ളതാണ്. ആ കടലാസ് വെച്ച് മൂടിയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നുണ്ടോ? കോൺഗ്രസിനകത്ത് കുറെ കാലമായിട്ട് ഓരോ തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ആ പ്രശ്നങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിങ്ങൾ അടങ്ങിയിരിക്കണമെന്ന് കേന്ദ്ര നേതൃത്വം പറയുകയും അത് കഴിഞ്ഞ് വീണ്ടും അതിനേക്കാൾ രൂക്ഷമായിട്ട് പുറത്തേക്ക് ചാടുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ വലിയ പഴയ കാലത്തേക്കൊന്നും വേണ്ടേ, ഇവിടെ ഈ രണ്ടുപേരും, ഈ പ്രതിപക്ഷ നേതാവായിട്ട് വി ഡി സതീശനും KPCC പ്രസിഡന്റായിട്ട് സുധാകരനും അധികാരത്തിൽ വന്നതിന് ശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് പല ആളുകളും വന്നിട്ടുണ്ട്. ഹൈക്കമാൻഡ് നിയോഗിക്കുന്ന ജനറൽ സെക്രട്ടറി ആയിട്ട് ഇവിടെ പല ആളുകളും വന്നിട്ടുണ്ടല്ലോ. അവരൊക്കെ പലതവണ ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ നിൽക്കുന്ന കാര്യമാണ്. ഇപ്പൊ നേരിട്ട് വിളിക്കുന്നു, നേരിട്ട് വിളിച്ചിട്ട് പോലും സാധാരണഗതിയിൽ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആ കമാൻഡ് എന്ന് പറയുന്ന വാക്കിനൊരു ഒരു വില കൊടുക്കണമല്ലോ. ഇവിടെ കമാൻഡ് ഉണ്ടാവുന്നില്ല, റിക്വസ്റ്റ് മാത്രമാണ്. ആ റിക്വസ്റ്റ് ആണെങ്കിൽ പലപ്പോഴും അംഗീകരിക്കപ്പെടാതെ പോകുന്നു. എത്രയോ തവണ പണ്ട് രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് റിക്വസ്റ്റ് നടത്തിയ കഥ നമുക്കറിയാം. തൽക്കാലത്തെ നിർത്ത്, എന്നിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോ ഇതിൽ കമാൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം പോകുന്നില്ല. പണ്ട് അതുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുണാകരനാണെങ്കിലും AK ആന്റണി ആണെങ്കിലും അത് അനുസരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോഴതല്ല. അതിനുശേഷം ഉണ്ടായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും പിന്നെ ചെന്നിത്തലയുടെ കാലത്തും ഇതേപോലെയൊക്കെ ഉണ്ട്. കാരണം ഒരു പരസ്പര ധാരണയോട് കൂട്ടി അവർ മുന്നോട്ടേക്ക് പോയിരുന്നു. ഇതിപ്പോ ഒരു ധാരണയില്ല എന്ന് മാത്രമല്ല, കണ്ടാൽ മിണ്ടാത്തത്ര വിധം ഭിന്നതയിൽ അകന്നു നിൽക്കുന്നവരാണ് എന്ന് നാട്ടുകാർക്ക് നല്ല ബോധ്യം പകരുന്ന വിധത്തിലേക്ക് പ്രതിപക്ഷ നേതാവ് കുറെ കൂടി കാര്യമായി പെരുമാറിയിട്ടുണ്ട്. അതിനനുസരിച്ച് സുധാകരൻ KPCC പ്രസിഡന്റും പരസ്യമായി പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് സംഭവിക്കും, ഇനി എങ്ങനെയൊക്കെയാണ്, ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ്, അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഇതിനൊക്കെ ഇടയിൽ ഈ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആലോചിച്ചു എന്നാണ് വാർത്തകളിൽ കേൾക്കുന്നത്. പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ, തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത തരത്തിൽ നിൽക്കുന്ന ഉന്നത നേതാക്കൾ, നേതൃത്വം കൈയാളുന്നവർ. എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക നേതാക്കളെ, ആ ദൃശ്യങ്ങൾ കണ്ടാൽ ഇവരെ എല്ലാവരെയും വിളിച്ച് ചേർത്തിരുത്തി എന്ത് തീരുമാനമാണ്. എന്നാൽ ചില ആളുകൾ ഒട്ട് പോയതുമില്ല, പോയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. തൃപ്തി ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ തൃപ്തി കുറവ് എന്ന് ചോദിച്ചൊരു നേതാവ് കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളൊക്കെ ആലോചിച്ചു എന്നുകൂടി വാർത്തകൾ കൊടുക്കുകയോ വരികയോ ആണ്. ശ്രീ സജീവൻ, തീർച്ചയായിട്ടും ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു കാര്യമുള്ളത്, രണ്ട് പ്രധാന നേതാക്കന്മാർ, ഒരു മുൻ KPCC പ്രസിഡന്റ്, ഒരു നിലവിലുള്ള വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, ഈ രണ്ടു പേരും ഇപ്പോഴത്തെ രാഷ്ട്രീയാവസ്ഥയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ അധിക ദിവസമായിട്ടില്ലല്ലോ. ശശി തരൂർ പറഞ്ഞിട്ടുള്ളത് മൂന്നാം തവണ വീണ്ടും LDF അധികാരത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതേ കാര്യമാണ് കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ വെറുതെ പറയുന്നില്ലല്ലോ. അവര് നോക്കുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ UDFന് അധികാരത്തിൽ കയറാൻ പറ്റുന്ന സാഹചര്യം കുറവാണ്. അപ്പൊ ആ സാഹചര്യം കുറവാണോ അല്ലയോ, ഒരുപക്ഷെ അവര് കളവ് പറഞ്ഞായിരിക്കും, അല്ലെങ്കിൽ അവർ പക്ഷെ എന്തെങ്കിലും ഓർക്കാപ്പുറത്ത് പറഞ്ഞായിരിക്കും. എന്തായാലും ആ ഒരു പ്രശ്നം ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലും കുറവുകൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ
അത് പരിഹരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. അത് കൃത്യമായ രൂപത്തിൽ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ നടത്തിയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കുറെ കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി വിളിച്ചു, അതൊരു പരിഹാരവുമില്ല. അവിടെ ശ്രീ സജീവൻ ഒരു കാര്യം കൂടി, ഞാൻ സജീഷിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി. ഇപ്പോൾ ഇവരുടെയൊക്കെ ഏറ്റവും തലപ്പത്ത് നിൽക്കുന്ന, ഇവരെല്ലാവരും അനുസരിക്കുന്ന നേതാവായിട്ട് പൊതുവേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നോക്കിയാൽ എല്ലാവരും പറയുന്നത് കെ സി വേണുഗോപാലിൻ്റെ പേരാണ്. അദ്ദേഹത്തിനും പരിഹരിക്കാൻ കഴിയാത്ത ഒരു പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ കഴിയാത്ത, ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചാൽ ഇരുപക്ഷവും പൊതുവിൽ സ്വീകരിക്കപ്പെടുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ കെ സുധാകരനെ മാറ്റാം എന്ന് ശക്തമായൊരു തീരുമാനമെടുക്കാൻ ഉള്ള ധൈര്യം കാട്ടാൻ കഴിയാത്ത, അല്ലെങ്കിൽ വി ഡി സതീശനോട് ഈ നിലയിൽ പോകരുത്, കുറേ കൂടി കെ സുധാകരനുമായി സെറ്റിൽ ചെയ്ത് തന്നെ പോകണം, ഇതല്ല ശൈലി സ്വീകരിക്കേണ്ടത് എന്ന് പറയാൻ കഴിയാത്ത വിധത്തിൽ അദ്ദേഹവും ചെന്നുപെട്ട് നിൽക്കുന്നു ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ. അങ്ങനെ ഇതിനെയൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു നേതാവായി, ഒരു കമാൻഡ് ചെയ്യാൻ കഴിയുന്ന നേതാവായി അദ്ദേഹത്തിനും മാറാൻ കഴിയുന്നില്ല എന്നാണോ ഏറ്റവും പുതിയ അവസരവും ഓർമ്മിപ്പിക്കുന്നത്, ബോധ്യപ്പെടുത്തുന്നത്? കമാൻഡ് ചെയ്യാൻ കഴിയുന്ന നേതാവായിട്ട് കെ സി വേണുഗോപാൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന എല്ലാവരും വിചാരിച്ച സംഭവം, ഇദ്ദേഹം സുപ്രീം പവർ ആണെന്ന് വിചാരിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളെന്നുള്ള നിലയ്ക്കാണ്. കാരണം മറ്റുള്ള ആളുകൾക്ക് ഒക്കെ എത്തിപ്പെടാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ അടുപ്പം രാഹുൽ ഗാന്ധിയായിട്ടും സോണിയാഗാന്ധിയായിട്ടും പ്രിയങ്ക ഗാന്ധിയായിട്ടും ഒക്കെ ഉണ്ടായി. അപ്പൊ അതുകൊണ്ട് അവർക്കിടയിൽ കെ സി വേണുഗോപാൽ പറയുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കും, അതല്ലാതെ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ നേതാക്കന്മാരെല്ലാവരും കെ സി വേണുഗോപാലുമായിട്ട് ഇടയാൻ തയ്യാറാവുന്നത്. സുധാകരനാണെങ്കിലും വി ഡി സതീശനാണെങ്കിലും മറ്റുള്ള നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ പോലും കെ സി വേണുഗോപാലിനെ പിണക്കിയാൽ ദേശീയ നേതൃത്വത്തിന്റെ അപ്രീതി ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരിച്ചടി, അത് കെ സി വേണുഗോപാലിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്, വ്യക്തിപരമായിട്ടുള്ള തിരിച്ചടിയായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ബലക്ഷയം അദ്ദേഹത്തിനുള്ളത് ഇവിടെയുള്ള ആൾക്ക് അറിയാം. അതുകൊണ്ട് കെ സി വേണുഗോപാലിനെ പേടിച്ചിട്ടെന്നുള്ളതായിരിക്കില്ല, കെ സി വേണുഗോപാൽ ഇപ്പോൾ അത്ര ശക്തനാണെന്ന് വിചാരിക്കുന്നത്. കാരണം കെ സി വേണുഗോപാൽ എതിർത്ത് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ശശി തരൂർ. എന്നിട്ടും ശശി തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ചു രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ തന്നെ വേണുഗോപാൽ പറയുന്ന മാത്രമല്ല ആ ചർച്ചയിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല, മാത്രവുമല്ല ആ ചർച്ചയിൽ കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു നേതാവ് ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകം പറയാൻ ശശി തരൂർ പിന്നീട് മറന്നതുമില്ല. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ചർച്ചയ്ക്ക് വേറൊരാളുടെ ഒത്താശ വേണ്ടതില്ല. ആ മറ്റുള്ളവരെ മുഴുവൻ മാറ്റി നിർത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്ന, അതായത് ഇവരെല്ലാവരും വേണുഗോപാലും വി ഡി സതീശനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിരൂക്ഷമായിട്ടാണ് പ്രതികരിച്ചിരുന്നത്. ആ പ്രതികരിച്ച ആളുകൾക്ക് ഉള്ള മറുപടിയായിട്ടാണ് പിന്നീട് വരുന്നത്. പിന്നീട് വേണുവിന് താൻ മാറ്റി പറയേണ്ടി വന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, കെ സി വേണുഗോപാലിനുള്ള ശക്തി, അല്ലെങ്കിൽ അവിടെ ശക്തി എന്നതിനേക്കാൾ കൂടുതൽ ഉപയോഗിക്കാവുന്ന വാക്ക് ഹൈക്കമാൻഡിലെ ഹോൾഡ്, അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിവിടെയുള്ള ആളുകൾക്ക് അറിയാം. അതുകൊണ്ട് ഈ പ്രശ്നം അതിൽ ആരൊക്കെതിരെ നടപടി എടുത്താലും, സുധാകരനെ മാറ്റാൻ ശ്രമിച്ചാൽ പ്രശ്നം സങ്കീർണമാകും, സതീശനെതിരെ പോയാൽ സങ്കീർണമാകും, മൊത്തം പ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ദേശീയ നേതൃത്വത്തിനും അറിയാം, സംസ്ഥാന നേതാക്കന്മാർക്കും അറിയാം. അതുകൊണ്ടാണ് ഈ ദേശീയ നേതൃത്വം തൽക്കാലം ഒരു കടലാസ് വെച്ച് മൂടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അത് അതിനേക്കാൾ അപകടമാണ്. പ്രശ്നം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പഠിച്ച് പരിഹരിച്ചില്ലെങ്കിൽ മുല്ലപ്പള്ളിയും ശശി തരൂരും ഒക്കെ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത് അനുകൂലമായിട്ട് മാറില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ, ശ്രീ സജീവൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, ഇത് തന്നെയാണ് യു ഡി എഫിലെ ലീഗ് അടക്കമുള്ള മറ്റ് കക്ഷികൾക്കും വലിയ ആശങ്കയോ അതൃപ്തിയോ സൃഷ്ടിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോൺഗ്രസിനകത്തെ പ്രത്യേകിച്ച് ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെയും കാലാവധി തീരാൻ പോകുന്നൊരു സമയം, മാസങ്ങൾക്കകം തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഒരു വർഷത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. സർക്കാരാകട്ടെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ആ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾ ഓരോ വർഷവും പൂർത്തിയാക്കി അത് ജനങ്ങളോട് അവതരിപ്പിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്നൊരു ഘട്ടത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ നിലവിലെ പ്രതിപക്ഷത്തെ തന്നെ മുന്നോട്ട് ചലിപ്പിക്കുന്നതിനെ വല്ലാതെ പിന്നോട്ടടിപ്പിക്കുന്നതാണ് എന്ന വലിയ ആശങ്കയും വിമർശനവും ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾക്ക് യു ഡി എഫിനകത്ത് ഉണ്ടാകുന്നതും ഈ സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ്. താങ്കൾ പറഞ്ഞതിൻ്റെ തുടർച്ചയിൽ ആ രാഷ്ട്രീയത്തെ അങ്ങനെ കൂടി കണ്ട് തൽക്കാലം നമുക്ക് ഈ ചർച്ചയുടെ ഒരു ഭാഗത്ത് അങ്ങനെ നിർത്താം. കാരണം ഇന്ന് വൈകുന്നേരം വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നതുകൊണ്ടുകൂടിയാണ് ഈ ചർച്ചയിലേക്ക് അത് തുടക്കത്തിൽ നമ്മൾ സംസാരിച്ചൊന്ന് പോയത്.